ഈ വോട്ടെടുപ്പ് ദിവസവും പിണറായിയുടെ ക്ഷോഭം അടങ്ങുന്നില്ല. പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ വന്ന പിണറായിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകുമോ എന്നാണ്. ക്ഷോഭിച്ചു, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, സ്വന്തം ബുദ്ധി അനുസരിച്ച് തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചു. അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കും കേരള സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടിയാണ് എന്ന് പറയുന്നു. ഈ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി. എത്രയോ കാലമായിട്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വരുന്ന മനുഷ്യനാണ്. അതുപോലെ തണുക്കുന്ന ആളും എന്നും പറയാൻ പാടില്ല, അങ്ങനെയുള്ളവരുണ്ട്. ഷോർട്ട് ടെമ്പേർഡായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തണുക്കുകയും ചെയ്യും. ഇദ്ദേഹം തണുക്കില്ല, പെട്ടെന്ന് ദേഷ്യം വരും, പിന്നെ അതിനെന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിയാനേ പറ്റില്ല. ഈ മനുഷ്യൻ്റെ ഉള്ളിൽ അതുണ്ടാവും, എവിടെയെങ്കിലും വെച്ച് തിരിച്ചടിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ്. മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിനൊരു വിലയിരുത്തലും കൂടെയല്ലേ എന്ന് പറഞ്ഞാൽ ആവാം, അതും കൂടെ ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഒരുപാട് ഫാക്ടേഴ്സ് കളിക്കുന്നുണ്ടാവും. ഇപ്പോൾ ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ്, കാര്യം ശരി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിലുള്ള കയ്പ്, സന്തോഷം, സംതൃപ്തി, ഇതെല്ലാം ഈ വോട്ടിനകത്തെ ഒരു ഘടകമായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ പെർഫോമൻസ്, നോൺ പെർഫോമൻസ്, മോദിയുടെ പ്രസംഗം, മണിപ്പൂർ, തേങ്ങ, മാങ്ങ, ഇതെല്ലാം ഒരു ഘടകം, അതും ഉണ്ടാവും. എം പിമാരുടെ ഈ വ്യക്തി ആരാണോ മത്സരിക്കാൻ നിൽക്കുന്നത് അയാളുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതൊരു ഘടകമാകും. എന്തിന് വോട്ടെടുക്കുന്ന ദിവസം ആ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർ ഭാര്യയുമായിട്ട് വഴക്കിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പോവുകയാണെങ്കിൽ അതുവരെ വോട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇരിക്കട്ടെ, വനിതയ്ക്ക് വോട്ട് ചെയ്യാനിരുന്നതാണ്, രാവിലെ ഭാര്യയുമായിട്ട് പെണ്ണിന് വോട്ട് തരുന്നില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ആണിന് വോട്ട് ചെയ്തു. ഫൈനലി അയാളുടെ ആ വോട്ടിങ്ങിൻ്റെ തൊട്ട് മുമ്പുള്ള അയാളുടെ മൂഡ് വരെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. ഇതെല്ലാം കൂടെ ചേർന്നതാണ് വോട്ട്. ഇതാർക്കും അറിഞ്ഞുകൂടാത്തത്. മുഖ്യമന്ത്രി അതിന് തട്ടിക്കാറേണ്ട കാര്യമൊന്നുമില്ല. ശരി, അതും ഉണ്ടാവാം, ഒരു ഫാക്ടർ അതും ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ഇത് മുഖ്യമന്ത്രിക്ക് അത് പറയാൻ പറ്റില്ല. മറ്റു രണ്ട് പേർക്ക് അത് പറയാൻ പറ്റും. ബാലനാണെങ്കിലും ഗോവിന്ദനാണ്, ബാലനല്ല മറ്റേ ഇയാൾ ഗോവിന്ദനും ഐസക്കും. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അത് പറ്റണില്ല. പക്ഷേ മുഖ്യമന്ത്രി ഈ ദേഷ്യപ്പെട്ടതിന് കാരണം ഈ ചോദ്യം ആകണം എന്നില്ല. അതിന് മുമ്പ് സംഭവിച്ച എന്തെങ്കിലും കാര്യമായിരിക്കണം, അതും ആകാം. മനുഷ്യൻ എപ്പോഴും ദേഷ്യപ്പെടുന്നത് അതിൻ്റെ മുമ്പിലുള്ള ആ കാരണം കൊണ്ടല്ല. ഇപ്പം ഞാൻ വേറൊരാളുമായിട്ട് വഴക്കിട്ട് വഷളായി അവിടെ ഇച്ചിരി തോറ്റുപോയി, ക്ഷീണത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ സുനിലെതിരെ വരുന്നു, എന്നോട് ചേട്ടാ എവിടെ പോകുന്നു? ഞാൻ അവിടെ പോകുന്ന പറഞ്ഞിട്ട് തനിക്കെന്ത് വേണം? വാസ്തവത്തിൽ എൻ്റെ ദേഷ്യം സുനിലിനോടാണോ? അല്ല, മറ്റേയാളോടാണ്. സുനിലെ മുമ്പ് കിട്ടിയപ്പോൾ സുനിലെ ചേട്ടാ ഈ മനുഷ്യൻ എന്ത് ഭ്രാന്ത് എന്ന് വിചാരി. ഇതൊക്കെയാണ് പിണറായി വിജയൻ. നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ അങ്ങേരും. ഇവർ ഈ കോലും മടിയൊക്കെ ആയിട്ട് ചെല്ലുന്നതിന് മുമ്പ് സംഭവിച്ച എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെട്ട് അങ്ങനെ കരുതാൻ പറ്റില്ല. എന്നറിയോ, പിണറായിക്ക് എക്കാലത്തും തൻ്റെ ഭരണത്തെക്കുറിച്ച് അസുഖകരമായ ഒരു വിലയിരുത്തൽ സംബന്ധിച്ചൊരു ചോദ്യം വന്നാൽ പുള്ളി പ്രകോപിതനായിട്ടുണ്ട്. ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമാണ്. ഇത് കൂടാതെ ഇന്നലെ എല്ലാവരും കൂടെ നമ്മളെ നികേഷ് കുമാറിനെ പരിഹസിക്കുന്നു. അപ്പോഴാണ് ഞാൻ നികേഷ് കുമാറും പിണറായി വിജയനും തമ്മിലുള്ള ആ ഇൻ്റർവ്യൂ കാണുന്നത്. അപ്പോൾ ഞാൻ അവരുടെ റിപ്പോർട്ടർ ചാനലിൽ പോയിട്ട് ആ ഫുൾ ഇൻ്റർവ്യൂ കണ്ടു. ഞാനതിൽ നികേഷ് കുമാറിനെ അഭിനന്ദിക്കുന്നു കേട്ടോ. കാരണം പിണറായി വിജയനെ പ്രകോപിപ്പിക്കാൻ നികേഷ് കുമാറിന് സാധിച്ചു എന്നുള്ളതൊരു ചില്ലറ കാര്യമല്ല. നികേഷ് കുമാർ അറിയപ്പെടുന്ന മാർക്സിസ്റ്റുകാരനാണ്, സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആളാണ്, നിസ്സാര വോട്ടിന് തോറ്റ ആളാണ്, അവരുടെ സ്വന്തം ആളാണ് നികേഷ് കുമാർ. ബട്ട് സ്റ്റിൽ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയനെ ചൊടിപ്പിക്കാൻ അങ്ങനെ സാധിച്ചു. പിണറായി വിജയൻ്റെ വായിൽ നിന്ന് ചെറ്റ എന്നുള്ള വാക്ക് വന്നു. നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്തിനും പരിശോധന നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി അങ്ങ് പൊട്ടിത്തെറിച്ചു. ചോദ്യം ഇതായിരുന്നു, എപ്പോഴെങ്കിലും എന്തുകൊണ്ട് ഞാനിത്ര ആക്രമിക്കപ്പെടുന്നു, ഇനി എൻ്റെ ഭാഗത്തുള്ള വല്ല കുഴപ്പം കൊണ്ടാണോ എന്ന് ആലോചിക്കുക, ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ എന്നാണ് നികേഷിൻ്റെ ചോദ്യം. ആ ചോദ്യം ഒരു മാർക്സിസ്റ്റുകാരന് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, മാർക്സിസ്റ്റിനപ്പുറം ഒരു ജേർണലിസ്റ്റാണ് നികേഷ്. അതെ. തൻ്റെ മുമ്പിലിരിക്കുന്ന ആളിനെ പ്രകോപിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റ് വിജയിച്ചു എന്നാണ് അതിനർത്ഥം.
എല്ലാവരും നികേഷിനെ കളിയാക്കുന്നു. ഓ ചെറ്റയെന്ന് വിളിച്ചിട്ട് അങ്ങനെ മിണ്ടാതിരിക്കില്ല. പിന്നെ എന്ത് ചെയ്യണം? എണീറ്റ് പിണറായി വിജയനെ തല്ലാൻ പറ്റുമോ? ജേർണലിസ്റ്റിൻ്റെ ജോലി ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഈ ചോദ്യത്തിൽ കഴമ്പുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് മറ്റേ ആൾ ചൂടാവുന്നത്. ഉത്തരം മുട്ടുമ്പോഴാണല്ലോ ദേഷ്യം വരുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, ജേർണലിസ്റ്റിൻ്റെ ജോലി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ആ വഴക്ക് മുന്നോട്ട് കൊണ്ടു എന്നാൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ജേർണലിസ്റ്റിൻ്റെ പണിയല്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. സോ അവിടെയും പിണറായി ദേഷ്യപ്പെടുന്നു. ആത്മപരിശോധന എന്നുള്ള വാക്ക് വരുമ്പോൾ പുള്ളിക്ക് ദേഷ്യം വരുന്നു. പുള്ളിയുടെ വീഴ്ചകൾ പരിശോധിക്കാൻ പുള്ളി തയ്യാറല്ല. അത് പരിശോധിക്കണമെന്ന് ആരെങ്കിലും സൂചിപ്പിച്ചാൽ പോലും പുള്ളിക്ക് ദേഷ്യം വരുന്നു. അതിന് കാരണം അതിനും മാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതോ എനിക്ക് തെറ്റ് പറ്റില്ല എന്ന തോന്നലാണോ? അതല്ല. ഈ ഒരുപാട് തെറ്റ് ചെയ്തവർക്കാണ് ഈ അവരുടെ തെറ്റിനെ ആരെങ്കിലും കാണിക്കാൻ തുടങ്ങിയാൽ അവർ ഭയങ്കരമായിട്ട് പെടയും, ദേഷ്യപ്പെടും. നമ്മളൊരു പ്രിൻസിപ്പിൾ വെറുതെ ഒരാളിനോട് പറയുന്നു, നല്ലത് ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും, ചീത്ത ചെയ്താൽ അതിൻ്റെ അനുഭവം ഉണ്ടാകും. ഇത് കേൾക്കുന്ന മനുഷ്യൻ ചൂടാവും. പിന്നെ നല്ല ചെയ്താൽ നല്ല ഫലം, ചുമ്മാ ഇതൊക്കെ ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അയാൾ ചൂടായാൽ അപ്പം സുനിൽ വിചാരിച്ചാൽ മതി ഇദ്ദേഹം കുറേ ചീത്ത കാര്യം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചൊല്ല് പറഞ്ഞപ്പോൾ ഇങ്ങർക്ക് ദേഷ്യം വരുന്നത്. ചൊല്ല് തെറ്റാണെങ്കിൽ ശാന്തമായിട്ട് പറയാം, അങ്ങനെയൊന്നും ഇല്ലയെന്ന്, എത്ര ചീത്ത ചെയ്ത് എത്രയോ പേര് വലിയ ആൾക്കാരായിട്ട് നടക്കുന്നു. നല്ലത് എന്ന് പറയാം. ഒരു ഫലവും കിട്ടാത്ത ആളാണെങ്കിൽ നല്ല ചെയ്തിട്ട് ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്, എത്രയോ പേരുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. പിണറായി അങ്ങനെയായിരിക്കും. പക്ഷേ ഈ ദേഷ്യം വരിക എന്ന് പറഞ്ഞാലുണ്ടല്ല, ഇയാൾ ഇതിനകത്ത് ഇമോഷണലി ഇൻവോൾവ് ആണ്. ദാറ്റ് ഈസ് വൈ ഹി ഈസ് ഗെറ്റിംഗ് ആംഗ്രി. ഇയാൾ ഒരുപാട് തെറ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പശ്ചാത്താപം എന്നുള്ള വാക്ക് കേട്ടാൽ അയാൾക്ക് ദേഷ്യം വരും. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സൂചിപ്പിച്ചാൽ ദേഷ്യം വരും. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ ദേഷ്യം വരും. ആത്മപരിശോധന എന്ന് കേട്ടാൽ ചൊറിഞ്ഞു വരും. ഇതൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മപരിശോധന എന്ന് പറയുമ്പോഴത്തേനും പുള്ളിയുടെ വലിയ ഈ മഹാഭാപത്തിൻ്റെ കെട്ടുകൾ ഇങ്ങനെ പുറകിൽ നിൽക്കുന്നത് പുള്ളി കാണുന്നു. പുള്ളിക്ക് ദേഷ്യം. ഇവരുടെ പാർട്ടിയിലൊരു പദമാണ് സ്വയം വിമർശനം. അതിപ്പോൾ ഇല്ല. സ്വയം വിമർശനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വിമർശിക്കുന്നതിനാണ് സ്വയം വിമർശനം. പാർട്ടിക്കുള്ളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അതിനെയാണ് സ്വയം വിമർശനം എന്ന് പറയുന്നത്. പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നൊന്നും അവർ സമ്മതിക്കാറില്ല. പാർട്ടിയിലെ ചില വ്യക്തികൾക്ക് തെറ്റുപറ്റി, പിന്നെ പാർട്ടി ലൈൻ മൊത്തം തെറ്റി എന്നൊക്കെ പറയണമെങ്കിൽ 50 വർഷമൊക്കെ കഴിയണം. അപ്പോഴത്തേക്ക് അതിൻ്റെ ഉത്തരവാദികൾ മുഴുവൻ ചത്ത് കഴിയും. നമുക്ക് ഒരാളെ ഒന്ന് പരിഹസിക്കാമെന്ന് വെച്ചാൽ ആളെ കിട്ടണ്ടേ, മരിച്ചുപോയി. അല്ല, നമ്മളൊരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുമ്പോൾ ഒരു പക്ഷേ തൻ്റെ സർക്കാരിനെതിരെ ഉള്ള ജനവിധിയെടുത്തുകൂടി ആവുമെന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമോ ഈ പൊട്ടിത്തെറി? അതുമാകാം. ഈ പൊട്ടിത്തെറിയിലും പല ഘടകങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമില്ലായ്മ, സ്വതസിദ്ധമായ ഒരു ആത്മവിശ്വാസമില്ലായ്മ പിണറായി വിജയനുണ്ട്. അത് മറച്ചു വയ്ക്കാനായിട്ടാണ് പുള്ളി ഈ ഒരല്പം ധാർഷ്ട്യഭാവം കാണിക്കുന്നത്. പൊതുവേ മലയാളികൾക്കുള്ളതാണ്. ഒരു അപകർഷബോധമുണ്ട്. അത് മറയ്ക്കാനായിട്ട് പരപുച്ഛം, തമിഴന്മാർ പുച്ഛിക്കും, ആന്ധ്രാക്കാരെല്ലാം കുളിക്കാത്തവൻ പല്ല് തേക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നത് നമ്മളെത്ര മോശമാണ് എന്ന് ഉള്ളിലുള്ളതുകൊണ്ടാണ്. പിണറായി വിജയനും ഈ വല്ലാത്ത ഔദ്ധത്യവും ധാർഷ്ട്യവും കാണിക്കുന്നത് ഉള്ളിൽ അദ്ദേഹത്തിന് വല്ലാത്ത ആത്മവിശ്വാസക്കുറവുണ്ട്. അതാണ് ഈ പെട്ടെന്ന് ദേഷ്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ദിവസം അത് വേണമായിരുന്നോ ഈ ക്ഷോഭം? അല്ല, അത് അങ്ങനെ നോക്കിയല്ലോ. ക്ഷോഭം അങ്ങ് വരികയല്ലേ, ദിവസം ഒന്നും അതിന് ബാധകമല്ലല്ലോ. ഉള്ളിൽ നിന്ന് വരുന്നതാണ് ക്ഷോഭം. അത് അടക്കാൻ അസാമാന്യമായ ആത്മവിശ്വാസം. ക്യാമറകൾക്ക് മുന്നിലാകുമ്പോൾ ആളുകളെല്ലാം കാണില്ലേ, വോട്ടെടുപ്പ് ദിവസമല്ലേ? അതെ, അതുകൊണ്ടെന്താ അതൊന്നും അങ്ങനെ ബാധിക്കുന്നില്ല എന്നല്ല, അങ്ങനൊരു നിയന്ത്രണം പുള്ളിക്കില്ല. ക്യാമറയുടെ മുമ്പിലാണ് താൻ എന്നൊന്നും ഓർക്കാറില്ല. എലക്ഷൻ ഡേ ആണ് അതായത് ചോദിക്കുന്നത്. അതെ, എന്നിട്ട് ചെയ്യും. എന്തുവന്നാലും ഒരിക്കലുമില്ല. 3, 4, 5 ഇൻസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് പുള്ളി ആ മൈക്കിൻ്റെ കാര്യത്തിൽ ചിരിക്കാൻ പഠിച്ചത്. അതെ അതെ, 4, 5 ഇൻസ്റ്റൻസ്. ആദ്യത്തെ എന്തായാലും പുള്ളി മൈക്കുകാരനെ അറസ്റ്റ് ചെയ്തില്ലേ, മൈക്കും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസുകാർ പോയി. ആ പാവം വഴിയാതാനായി 2 ദിവസം. ഒടുവിൽ ആംപ്ലിഫയറും മൈക്കും തിരിച്ചു തരണം സാറെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെയാണ്. ഇതായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ. പിന്നീട് ഇപ്പം ഈ അടുത്ത കാലത്താണ് മൈക്ക് ഇതുപോലെ ഹൗൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി മിണ്ടാതിരിക്കുകയും കയ്യിൽ നിന്ന് തലയോലപ്പുറമ്പ് കണ്ടില്ലേ, കയ്യിലിരുന്ന പേപ്പർ പോയപ്പോൾ മൈക്ക് പിടിച്ച് ഓടിച്ചിട്ടാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് കുറേ സംഭവങ്ങൾ കഴിഞ്ഞാണ് പുള്ളി മെച്ചൂർഡായത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പുള്ളി പൊട്ടിത്തെറിക്കും, മാധ്യമങ്ങളെ നിൽക്കും പൊട്ടി. ഇപ്പോൾ ടി ജി പറഞ്ഞ കാര്യമാണ്, കുറേ കഴിഞ്ഞപ്പോൾ പിണറായി മെച്ചുവേർഡായി വരികയാണോ എന്നൊന്നും പറയാറായിട്ടില്ല. കാരണം
പിണറായി ഒരു 25 വയസ്സുള്ള പയ്യനൊന്നും അല്ല മെച്യൂർഡായി വരാൻ. അതിനുള്ള സമയമില്ല അല്ലേ? ഇനി അത് മെച്യൂർഡായി വരിക എന്നൊക്കെ പറഞ്ഞ് പിണറായിയുടെ സ്വഭാവം മാറാനുള്ള പ്രായമൊക്കെ പണ്ടേ കഴിഞ്ഞു. ചില ഇൻസ്റ്റൻസിനോടുള്ള റിയാക്ഷൻസ് മാറും എന്നുള്ളതേ ഉള്ളൂ. അത് തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കെയർഫുള്ളാവും. പക്ഷേ എനിക്ക് ആ വരവ് കണ്ടപ്പോൾ ഇന്ന് വലിയ സന്തോഷമുണ്ടായി. കൂടെ ഭാര്യ ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു. എന്നിട്ട് ക്യൂവിൽ നിന്നു. അല്ല, മകളെ ED കൊണ്ടുപോകുന്നൊക്കെ ഉള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ഞാൻ സൂചിപ്പിച്ച് അതാണ് ഞാനൊന്നും പറഞ്ഞത്. പ്രൊഡിക്ഷനല്ല, കാൽക്കുലേഷനാണ്. അതിൻ്റെ കാരണവും എനിക്കറിയാം. ഞാനത് പറയുന്നത് പ്രോപ്പറാണോ ഇംപ്രോപ്പറാണോ എന്നൊന്ന് ആലോചിക്കട്ടെ. ഇനി അല്പം ഇംപ്രോപ്പറാണെങ്കിലും ഞാൻ പറയാം. ഈ വീണയ്ക്കെതിരെയുള്ള തെളിവുകൾ പൂർണ്ണമല്ലാത്ത തെളിവ് വെച്ചും വീണയെ കസ്റ്റഡിയിൽ എടുക്കാം. ബട്ട് വീണ ഇമ്മീഡിയറ്റ് ഇത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ഒരു തിരിച്ചടി നേരിട്ടാൽ EDക്ക് വലിയ നാണക്കേടാവും, ഇൻ്റർനാഷണൽ നാണക്കേടാവും. സോ വെദർ ടു ടേക്ക് ദാറ്റ് റിസ്ക് ഓർ നോട്ട് എന്ന് നോക്കിയപ്പോൾ ആ റിസ്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. വീണയുടെ സ്ഥാനത്ത് ഞാനോ സുനിലോ ആയിരുന്നെങ്കിൽ ഇതിന് മുമ്പേ അകത്ത് പോയേനെ. കാരണം ഹൈക്കോടതി നമ്മളെ ഇറക്കി വിടാവനെ എന്ന് പറഞ്ഞാലും ഒരു തിരിച്ചടിയൊന്നുമല്ല. നമ്മൾ പബ്ലിക് ഫിഗേഴ്സ് അല്ലല്ലോ. വീണ അങ്ങനെയല്ല. വീണ പബ്ലിക് ഫിഗറല്ല, പൊളിറ്റീഷ്യനുമല്ല. ബട്ട് മിയർലി ബിക്കോസ് ഹീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ, ദ പബ്ലിസിറ്റി വിൽ ബി ഹ്യൂജ്. അപ്പോൾ തിരിച്ചടി വിൽ ഓൾസോ ബി പ്രൊപ്പോർഷണലി ഹ്യൂജ്. അതുകൊണ്ട് അവരത് മാറ്റിവെച്ചു. ഒരു അല്പം സംശയം ബാക്കി കിടക്കുന്നു. ആ സംശയത്തിൽ കയറി കോടതി പിടിച്ചാൽ നമുക്ക് തട്ട് കിട്ടും. സോ देयर सुपीरियर्स डिसाइडेड पिक्चर अभी भी बाकी है. पिक्चर तो बाकी है. അപ്പോൾ കാത്തിരിക്കാം. യെസ്, ഞാൻ ഐ എം ടെലിങ് യു വിത്ത് കൂൾ കാൽക്കുലേഷൻസ് ആണ് ഞാൻ പറയാറുള്ളത്. ജോത്സ്യത്തെയോ അതെ അന്ന് തന്നെ രീതി പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിത് മനഃപൂർവ്വം ചോദിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർ നാളെ ചോദിക്കും ഇലക്ഷന് മുമ്പെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും എന്ന് ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കറിയാമല്ലോ. ഐ ആം ആൻസറബിൾ ടു ദം. ഞാൻ ഈ ഓരോ കമൻറ്റും വായിച്ച് അതിന് മറുപടിയൊന്നും കൊടുക്കാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാം അത് പോസിറ്റീവായും നെഗറ്റീവായിട്ടും ഉള്ളവരുണ്ട്. ഒന്ന്, വീണ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ. വേറൊന്ന്, വീണ അറസ്റ്റ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവർ. വീണ നിഷ്കളങ്കയാണ്, ഇയാൾ RSSകാരനാണ്, കള്ളനാണ്, കാവടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാർ. ഇവർ രണ്ടുപേരെയും നമ്മൾ പരിഗണിക്കണം. പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അവരെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നതും ഈ ഡിസ്ക്ലെയിമർ പറയുന്നത്. ദിസ് ഈസ് ഓൺലി മൈ കാൽക്കുലേഷൻ, മൈ ഇൻപുട്ട്. അതുപോലെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഞാൻ പറയുന്നതും സർവേ നടത്തിയിട്ടൊന്നുമില്ല. എനിക്ക് സർവേ നടത്താനുള്ള സംവിധാനമൊന്നുമില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു സർവേ നടത്തണമെങ്കിൽ. ബട്ട് എനിക്ക് ചില ഫീഡ്ബാക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അവർ എന്നോട് സത്യമേ പറയുകയുള്ളൂ. അവർ ഗ്രൗണ്ട് ലെവലിൽ ഇൻഫർമേഷൻ ഉള്ളവരാണ്. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതും തെറ്റിപ്പോവാം. ആളുകൾ വോട്ട് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സാധ്യതയാണ്. ബൂത്തിലെത്തിക്കഴിഞ്ഞ് നിലപാട് മാറ്റാം ആളുകൾ. അതെ, ഞാനിപ്പോൾ ബൂത്തിൽ വെച്ച് ഞാൻ സുനിലിനെ കാണുന്നു, നമ്മൾ തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടാകുന്നു. അതോടെ ഞാൻ എന്ത് ചെയ്യുന്നു, സുനിൽ BJPക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, ഞാനെന്നാൽ CPM വോട്ട് ചെയ്യുന്നു. കഴിഞ്ഞു. ആ സെക്കൻഡിൽ ഞാനങ്ങ് മറിഞ്ഞു. ഇതൊക്കെ സംഭവിക്കും. അതെ. അപ്പോൾ ഏതായാലും ഈ TG നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെയാണ് TGയുടെ കാര്യം. അതായത് ട്രെയിലർ ആയിട്ടേ ഉള്ളൂ, സിനിമ വരും. അതിപ്പോൾ ജൂൺ 4 നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.